വെൽക്കം ബാക്ക് ടു സ്മാർട്ട് ലേണിംഗ്. അപ്പോൾ ഇന്നലെ നമ്മുടെ 10th പ്രിലിംസ് 2025 ലാസ്റ്റ് സ്റ്റേജ് എക്സാമും കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ 3 സ്റ്റേജിനെ അപേക്ഷിച്ച് 4th സ്റ്റേജ് കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു. കുറച്ചും കൂടി കൺഫ്യൂസ് ആക്കുന്ന, ആലോചിച്ച് എഴുതാവുന്ന സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് കുറച്ച് കൂടുതലുള്ള സ്റ്റേജായിരുന്നു 4th സ്റ്റേജ്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. കേരളത്തിലെ ചില പ്രശസ്ത കലാരൂപങ്ങളും അവയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയവരുടെ പേരുകളുമാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ശരിയായ ജോഡികൾ കണ്ടെത്തുക. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ലിഗ്നോസാറ്റുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? അതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടാത്തത് ഏത്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ, നഗരദിനത്തിൽ യുനെസ്കോ പുറത്തിറക്കിയ 55 ക്രിയേറ്റീവ് നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയതും സാഹിത്യ നഗരം എന്ന പദവി ലഭിച്ചതുമായ കേരളത്തിലെ ആദ്യ നഗരം? ഓപ്ഷൻ ഡി, കോഴിക്കോട്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, തിരികെ സ്കൂളിലേക്ക് എന്ന ശാക്തീകരണ ക്യാമ്പയിൻ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ, സംസ്ഥാന കുടുംബശ്രീ മിഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന അയൽക്കൂട്ട ശാക്തീകരണ യജ്ഞം. ഇതാണ് ആൻസർ. ആറാമത്തെ ക്വസ്റ്റ്യൻ, ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന ഉചിതമായ ആശയങ്ങൾ തിരിച്ചറിയുക. ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യനാണ്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, രാഷ്ട്രപതി ഭവൻ്റെ ദർബാർ ഹാളിൻ്റെ പുതിയ പേര്? ഓപ്ഷൻ ഡി, ഗണതന്ത്ര മണ്ഡപം. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ നൽകിയിരിക്കുന്ന തീമുകൾ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തുക. ഇതിൽ ചെറിയ തെറ്റുണ്ട്. കാരണം ഒന്നാമത്തെയും രണ്ടാമത്തെയും ഇത് ഓപ്ഷൻ തന്നത് കേരള വിനോദസഞ്ചാര ദിനമാണ്. ഇതിൽ ഒന്നാമത്തെ കേരള അല്ല, അതിലെ ദേശീയ വിനോദസഞ്ചാര ദിനം എന്നാക്കേണ്ടേ വരും. അപ്പോൾ ഇതിൻ്റെ അങ്ങനെ നോക്കിയാൽ ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. അപ്പോൾ ഇത് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആക്കുമോ എന്നുള്ളത് അറിയില്ല, നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ അടുത്ത ക്വസ്റ്റ്യൻ, 7ാം പട്ടിക ചുവടെ നൽകിയിട്ടുള്ളവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ സി, കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കുമായി നൽകിയിട്ടുള്ള അധികാര വിഭജനം പരാമർശിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ക്രിക്കറ്റ് താരം സച്ചിൻ ടെണ്ടുൽക്കറിന് ലഭ്യമായ അംഗീകാരങ്ങളിൽ ചിലതാണ് താഴെ നൽകിയിരിക്കുന്നത്. ശരിയായവ തിരഞ്ഞെടുക്കുക. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കോട്ടോണോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യൻ നഗരം? ഓപ്ഷൻ ഡി, മുംബൈ. അടുത്തത്, 1959 ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് ശാല? അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി, ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്, റൂർക്കേല. 13ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ 6 വരി പാതകളായ സൂപ്പർ ഹൈവേകളെ ചേർത്ത് സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ എന്ന പേര് നൽകിയിട്ടുള്ള റോഡ് ഏതെല്ലാം നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? ആൻസർ ഓപ്ഷൻ സി, ഡൽഹി, അഹമ്മദാബാദ്, ചെന്നൈ, കൊൽക്കത്ത. അടുത്തത്, 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്ന ഏതെല്ലാം താലൂക്കുകളാണ് മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തത്? ആൻസർ ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ, ഡോക്ടർ DS കോത്താരി കമ്മീഷൻ്റെ ശുപാർശകളിൽ ഉൾപ്പെടാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ, ത്രിഭാഷ പദ്ധതി നടപ്പിലാക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏത് നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പരീക്ഷിച്ചത്? ഓപ്ഷൻ ബി, പറവൂർ. അടുത്തത്, തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ നിന്നും ലഭിക്കുന്ന ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരി താഴെ പറയുന്നതിൽ ഏതാണ്? ഓപ്ഷൻ ഡി, ലിഗ്നൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, സാമൂഹിക പരിഷ്കർത്താക്കളും അവർ രൂപം നൽകിയ പ്രസ്ഥാനങ്ങളുമാണ് താഴെ നൽകിയിരിക്കുന്നത് തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് കണ്ടെത്തുക. ഓപ്ഷൻ സി, കുമാരഗുരുദേവൻ സമത്വ സമാജം. അതാണ് തെറ്റായിട്ട് കൊടുത്തിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, സിന്ധു നദിയുടെ പോഷക നദികൾ താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്ന് ശരിയായത് ഏത്? ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്തത്, ഇന്ത്യയിലെ കാർഷിക കാലങ്ങളിലെ റാബിയുടെ ശരിയായ വിളയിറക്കൽ കാലം? ഓപ്ഷൻ സി, നവംബർ മധ്യം. അടുത്തത്, 1837 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കപ്പെട്ട ഭരണാധികാരി? ഓപ്ഷൻ ഡി, ബഹദൂർ ഷാ രണ്ടാമൻ. അടുത്തത്, ലോകമാന്യ എന്ന് ജനങ്ങൾ ആദരവോടെ വിളിച്ച സ്വാതന്ത്ര്യ സമര സേനാനി? ഓപ്ഷൻ എ, ബാലഗംഗാധര തിലകൻ. അടുത്തത്, ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻ്റൽ ആർട്സിൻ്റെ സ്ഥാപകൻ? ഓപ്ഷൻ ബി, അബനീന്ദ്രനാഥ ടാഗോർ. അടുത്തത്,
ഇന്ത്യയിൽ സാമ്പത്തിക ആസൂത്രണത്തിന് വേണ്ടി 1950 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷൻ്റെ പുതിയ രൂപം. ഓപ്ഷൻ എ നീതി ആയോഗ്. 25ാമത്തെ ക്വസ്റ്റ്യൻ, പോവർട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചതാര്? ഓപ്ഷൻ സി ദാദാഭായ് നവറോജി. 26ാമത്തെ, ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ്? ഓപ്ഷൻ എ രാജാറാം മോഹൻ റോയ്. അടുത്തത്, ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിയമിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ? ഓപ്ഷൻ ഡി ഫസൽ അലി. അടുത്തത്, ആരാധനാ സ്വാതന്ത്ര്യത്തിനു വേണ്ടി നടന്ന പ്രക്ഷോഭങ്ങളുടെ സ്വാധീനഫലമായി തിരുവിതാംകൂർ സർക്കാർ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം? ഓപ്ഷൻ സി 1936. അടുത്തത്, ഇന്ത്യൻ സംസ്കാരത്തിൽ ആകൃഷ്ടയായി 1893 ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച ഐറിഷ് വനിത? ഓപ്ഷൻ ഡി ആനി ബസന്റ്. അടുത്തത്, നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം ഏത്? ഓപ്ഷൻ ബി ചൗരി ചൗര സംഭവം. 31ാമത്തെ, ഇന്ത്യൻ പ്രസിഡന്റായിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദ് അന്തരിച്ചപ്പോൾ പ്രസിഡന്റ് പദം ഏറ്റെടുത്തത് ആരായിരുന്നു? ഓപ്ഷൻ സി ബാസപ്പ ദാനപ്പ ജട്ടി. അടുത്തത്, അന്താരാഷ്ട്ര തർക്കങ്ങൾ മാധ്യസ്ഥം വഴി ഒത്തുതീർപ്പാക്കുന്നതിന് രാജ്യം പ്രോത്സാഹിപ്പിക്കേണ്ടത് എന്ന് പരാമർശിക്കുന്ന അനുച്ഛേദം? ഓപ്ഷൻ ഡി ആൻസർ അനുച്ഛേദം 51. അടുത്ത ക്വസ്റ്റ്യൻ, രാജ്യസഭയുടെ അധ്യക്ഷനും ഉപാധ്യക്ഷനും ലോകസഭയുടെ സ്പീക്കർക്കും ഡെപ്യൂട്ടി സ്പീക്കർക്കും ഉള്ള ശമ്പളം, ഭത്ത ഇവയെക്കുറിച്ച് പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ ആർട്ടിക്കിൾ? ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 97. അടുത്തത്, തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ എ ആണ് തെറ്റായ പ്രസ്താവന. ഹൈക്കോടതിയിലെ ജഡ്ജിയുടെ കർത്തവ്യ പെരുമാറ്റത്തെപ്പറ്റി സംസ്ഥാന നിയമനിർമ്മാണ സഭയിൽ ചർച്ചയാകാം. അത് തെറ്റായതാണ്. അടുത്തത്, വിവരാവകാശ കമ്മീഷൻ്റെ ഘടന? ഓപ്ഷൻ എ ആണ് മുഖ്യ വിവരാവകാശ കമ്മീഷൻ, സെക്രട്ടറി, വിവരാവകാശ കമ്മീഷൻ, നിയമവിദഗ്ധൻ, ധനകാര്യ വിദഗ്ധൻ, ജോയിൻറ്റ് സെക്രട്ടറി, സെക്ഷൻ ഓഫീസർ. അതാണ് വിവരാവകാശ കമ്മീഷൻ്റെ ഘടന. അടുത്ത ക്വസ്റ്റ്യൻ, നിലവിലെ കേരള വിവരാവകാശ കമ്മീഷണർ? ഓപ്ഷൻ സി ശ്രീ വി ഹരിനായർ. അടുത്തത്, ഇന്ത്യയിലെ ആദ്യ നാഷണൽ ഹൈവേ സ്റ്റീൽ സ്റ്റാങ്ക് റോഡ് ഉദ്ഘാടനം നടന്നത്? ഓപ്ഷൻ ബി ആണ് ആൻസർ NH-66 മുംബൈ ഗോവ. 2024 ജനുവരിയിലായിരുന്നു ഇതിൻ്റെ ഉദ്ഘാടനം. അടുത്ത ക്വസ്റ്റ്യൻ, സമൂഹത്തിലെ ഭൗതിക സ്വത്തുക്കളുടെ ഉടമസ്ഥതയും നിയന്ത്രണവും സർക്കാരിന് ഏറ്റെടുത്ത് പൊതുനന്മയ്ക്കായി വിതരണം ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ എ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. അടുത്തത്, അർദ്ധ പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ് നിലവിലുള്ള രാജ്യം ഏതാണ്? ഓപ്ഷൻ സി ശ്രീലങ്ക. അടുത്തത്, ചെറുതും വലുതുമായ കേരളത്തിലെ കായലുകളുടെ എണ്ണം? അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ കറുത്ത മണ്ണ് കാണപ്പെടുന്ന ജില്ല? ഓപ്ഷൻ സി പാലക്കാട്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി? ഓപ്ഷൻ സി ആനമുടി. അടുത്തത്, കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി? ഓപ്ഷൻ എ കല്ലട. 48ാമത്തെ, തണ്ണീർമുക്കം ബണ്ട് ഏത് കായലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? ഓപ്ഷൻ ബി വേമ്പനാട്. കേരളത്തിലെ സ്ഫടികമണൽ സമ്പന്നമായ ജില്ല? ഓപ്ഷൻ ഡി ആലപ്പുഴ. അടുത്തത്, കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏത്? ഓപ്ഷൻ എ പള്ളിവാസൽ. 51ാമത്തെ ചോദ്യം, വാഗൺ ട്രാജഡി നടന്ന വർഷമാണ്. പക്ഷെ ഇത് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആവാനാണ് സാധ്യത. കാരണം ഓപ്ഷൻ ഇതിലൊന്നും വർഷം ശരിക്കും കൊടുത്തിട്ടില്ല. ശരിയായത് 1921 നവംബർ 10 ഇതിൽ 1821 കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആവാനാണ് സാധ്യത. 52ാമത്തെ ക്വസ്റ്റ്യൻ, പൊന്നാനി താലൂക്കിൽ 1896 മാർച്ച് 26 ജനിച്ച നവോത്ഥാന നായകൻ? ഓപ്ഷൻ ബി VT ഭട്ടതിരിപ്പാട്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധമില്ലാത്തത് ഏത്? ഓപ്ഷൻ സി പാലിയം സത്യാഗ്രഹം. അടുത്തത്, എത്രാമത്തെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനമാണ് 1920 മഞ്ചേരിയിൽ നടന്നത്? ഓപ്ഷൻ ഡി 5ാമത്തെ. അടുത്തത്, താഴെ പറയുന്ന നവോത്ഥാന നായകരിൽ ഒരേ വർഷം ജനിച്ചവർ ആരെല്ലാം? ഓപ്ഷൻ എ ഡോക്ടർ പൽപ്പു അയ്യങ്കാളിയും. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്നതിൽ കാസർഗോഡ് ജില്ലയിൽ നടന്ന സമരം ഏത്? ഓപ്ഷൻ ബി കയ്യൂർ സമരം. അടുത്തത്, ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി മലബാറിൽ നേതൃത്വം നൽകിയ വനിതയാര്? ഓപ്ഷൻ എ AV കുട്ടിമാളു അമ്മ.
അടുത്തത് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചതാര്? ഓപ്ഷൻ എ കുമാര ഗുരുദേവൻ. അടുത്തത് അയ്യങ്കാളി ജനിച്ച ജില്ല ഏത്? അടുത്ത ക്വസ്റ്റ്യൻ ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് സൈനിക തലവൻ? ഓപ്ഷൻ സി ഗിഫോർഡ്. ഇനി സയൻസ് സെക്ഷനിലെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, അതായത് 61ാമത്തെ ക്വസ്റ്റ്യൻ, അസ്ഥിയെ പൊതിഞ്ഞു കാണപ്പെടുന്ന സ്ഥലം? പെരിയോസ്റ്റിയം. ഓപ്ഷൻ സി. അടുത്തത് മനുഷ്യ ശരീരത്തിൽ കുടൽ ഭിത്തിയിൽ വെച്ച് ചില ബാക്ടീരിയകൾക്ക് ഈ ജീവകം നിർമ്മിക്കാനാവും. അതിനാൽ ഭക്ഷണത്തിലൂടെ ലഭിക്കേണ്ട ഈ ജീവകത്തിൻ്റെ അളവ് കുറഞ്ഞാലും അപര്യാപ്തത വരുന്നില്ല. ഇവിടെ പരാമർശിക്കുന്ന ജീവകം ഏതാണ്? ഓപ്ഷൻ ഡി ജീവകം കെ. അടുത്തത് തെങ്ങോലകളിലെ മഞ്ഞളിപ്പിന് കാരണം ഏത് മൂലകത്തിൻ്റെ കുറവാണ്? ഓപ്ഷൻ എ നൈട്രജൻ. അടുത്തത് ജന്തുജന്യ രോഗമായ മഞ്ഞപ്പനി പരത്തുന്ന രോഗാണു ഏത്? ഓപ്ഷൻ ബി വൈറസ്. അടുത്തത് പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് മെയ് 23 പ്രാധാന്യം? ഓപ്ഷൻ ഡി ലോക കടലാമ ദിനം. അടുത്തത് കേരള സർക്കാരിൻ്റെ കീഴിലുള്ള സാമൂഹ്യനീതി വകുപ്പ് BPL വിഭാഗത്തിൽപ്പെടുന്ന പ്രായമായ പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതി ഏതാണ്? ഓപ്ഷൻ ബി വയോമധുരം. അടുത്തത് കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിൻ്റെ ആസ്ഥാനം? ഓപ്ഷൻ സി തിരുവനന്തപുരം. അടുത്ത ക്വസ്റ്റ്യൻ, കാർഡിയോളജി ഏത് അവയവത്തിൻ്റെ തകരാറുകൾ കൈകാര്യം ചെയ്യുന്ന വൈദ്യശാസ്ത്ര ശാഖയാണ്? ഓപ്ഷൻ ബി ഹൃദയം. അടുത്തത് അപകടത്തിൽ ഒരു വ്യക്തിയുടെ സെറിബെല്ലത്തിന് തകരാറ് സംഭവിച്ചു. ഇത് ആ വ്യക്തിയെ എങ്ങനെ ബാധിക്കുന്നു? ഓപ്ഷൻ ബി ശരീര തുലനനില പാലിക്കപ്പെടുന്നില്ല. അടുത്തത് ശരിയായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ എ ആണ് അതിൻ്റെ ആൻസർ. അടുത്തത് ഒരു സ്റ്റോറേജ് ബാറ്ററി ചാർജ് ചെയ്യുന്ന അവസരത്തിൽ വൈദ്യുതിയുടെ ഏത് ഫലമാണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്ഷൻ ബി രാസഫലം. അടുത്തത് ചന്ദ്രനിലെ ഗുരുത്വാകർഷണ ത്വരണം എത്രയായിരിക്കും? ഓപ്ഷൻ സി 1.62 m/s². അടുത്തത് ആറ്റത്തിൻ്റെ പ്ലം പുഡിംഗ് മാതൃക അവതരിപ്പിച്ചതാര്? ഓപ്ഷൻ എ JJ തോമസൺ. അടുത്തത് ചലിക്കും ചുരുൾ മൈക്രോഫോണിൽ നടക്കുന്ന ഊർജ്ജമാറ്റം ഏത്? ഓപ്ഷൻ സി ശബ്ദോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് സദിശ അളവ് കണ്ടെത്തുക. ഓപ്ഷൻ സി പ്രവേഗാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഭക്ഷ്യപദാർത്ഥങ്ങൾക്ക് മഞ്ഞ നിറം നൽകാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏത്? ടാർട്രസീൻ. ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് ലോഹത്തിൻ്റെ അയിരാണ് കലാമിൻ? ഓപ്ഷൻ ബി സിങ്ക്. അടുത്തത് ഏത് മൂലകത്തിൻ്റെ പ്രതീകമാണ് K എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻ സി പൊട്ടാസ്യം. അടുത്ത ക്വസ്റ്റ്യൻ, ഏതുതരം മാധ്യമത്തിലൂടെയാണ് ശബ്ദം കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത്? ഓപ്ഷൻ എ ഖരം. അടുത്തത് പ്രവൃത്തിയുടെ അതേ യൂണിറ്റ് ഉപയോഗിക്കുന്ന അളവ് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്ന് കണ്ടെത്തുക. ഓപ്ഷൻ ബി ഊർജം. ഇനി അടുത്തത് മാത്സിൻ്റെ സെക്ഷനാണ്. അതിൻ്റെ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, എല്ലാ മാത്സ് ക്വസ്റ്റ്യൻസിൻ്റെ. അപ്പോൾ അത് നോക്കുക. അപ്പോൾ 2025 10th പ്രിലിംസിൻ്റെ എല്ലാ സ്റ്റേജും കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കട്ട് ഓഫിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക് യു.